ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീരാമചരിതം കേൾക്കാൻ അത്യന്തമായ ആകാംക്ഷയോടുകൂടെ പാർവതീദേവി പരമേശ്വരനോട് പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടി ഒഴിഞ്ഞില്ലതു ചൊൽവാൻ. ശ്രീരാമദേവൻ്റെ മാഹാത്മ്യം കേൾക്കാൻ ഉള്ളിൽ വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ അതുകൊണ്ടങ്ങ് പറഞ്ഞു തരണം എന്ന് പാർവതി പ്രാർത്ഥിക്കുന്നില്ല. ഇവിടെയാണ് സമ്പ്രദായം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എനിക്ക് ഇത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ടങ്ങ് പറഞ്ഞു തരൂ എന്നല്ല പ്രാർത്ഥിക്കുന്നത്. മറിച്ച് എനിക്കിത് കേൾക്കാൻ ആഗ്രഹമുണ്ട്, അതിനുള്ള അർഹത എനിക്കുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തരൂ എന്നാണ്. അർത്ഥിക്കുന്നതെല്ലാം നമുക്കൊരിക്കലും ലഭിക്കില്ല. അർത്ഥിക്കുന്നതെല്ലാം ലഭിക്കാൻ പാടുമില്ല. അർഹിക്കുന്നതാണ് ലഭിക്കുക. അർത്ഥിക്കാൻ നമുക്ക് എന്തു അർത്ഥിക്കാം. എല്ലാവരും അർത്ഥിക്കുന്ന എല്ലാം ലഭിച്ചാൽ ഈ പ്രപഞ്ച വ്യവസ്ഥ തന്നെ താറുമാറാകും. അതുകൊണ്ട് അർത്ഥനയോടൊപ്പം അർഹത നേടണം. ഏത് വിഷയമായാലും. അത് അറിവ് നേടുന്ന വിഷയത്തിൽ മാത്രമല്ല, എന്ത് നേടുന്ന വിഷയത്തിലും അർത്ഥനയേക്കാൾ പ്രധാനം അർഹതയാണ്. ഈ അർഹത നമ്മൾ വളർത്തിയെടുക്കുന്നതാണ്. നമ്മൾ സൽക്കർമ്മങ്ങളിലൂടെ നേടുന്നതാണ്. ദൃഢമായ ഇച്ഛയിലൂടെ നേടുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് ശ്രീരാമതത്വം കേൾക്കാൻ എന്ന് പറഞ്ഞ ഉടനെ പാർവതീദേവി പറയുകയാണ്, ഞാൻ അത് കേൾക്കാൻ അധികാരിയാണെങ്കിൽ, അതായത് അതിന് പാത്രമെങ്കിൽ, അതിനുള്ള പാത്രത്വം എനിക്കുണ്ടെങ്കിൽ, ഹേ കാരുണ്യാംബുധേ, കാരുണ്യത്തിന് സമുദ്രമായവനെ, അതിരറ്റ അളവറ്റ കാരുണ്യത്തോടൊത്തവനെ, കാരുണ്യക്കടലേ, കനിഞ്ഞ് അരുളി ചെയ്തിടണം. അനുഗ്രഹബുദ്ധിയോടുകൂടി ദയവായി എന്നോട് അരുളി ചെയ്യണമേ. ആരും നിൻ തിരുവടിയൊഴിഞ്ഞില്ല അത് ചൊൽവാൻ. ശ്രീരാമ തത്വത്തെ, ശ്രീരാമ മഹിമയെ എനിക്ക് വേണ്ടതുപോലെ പറഞ്ഞു തരാൻ മറ്റാരും തന്നെ ഇല്ല. ചരിതം, ജീവചരിത്രം പലർക്കും പറയാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ശ്രീരാമ തത്വം ഉപദേശിക്കണമെങ്കിൽ സ്വയം തത്വീഭൂതനായ ആൾക്ക് മാത്രമേ സാധിക്കൂ. സാക്ഷാത്കാര സമ്പന്നന് മാത്രമേ, വിജ്ഞാനിക്ക് മാത്രമേ സ്വരൂപത്തെക്കുറിച്ച് ഉപദേശിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് പറയുന്നത്, അങ്ങൊഴിഞ്ഞ് ഇത് പറഞ്ഞു തരാൻ എനിക്ക് മറ്റാരുമില്ല, അതുകൊണ്ട് ഞാൻ പാത്രമാണെങ്കിൽ അങ്ങ് പറഞ്ഞു തരൂ എന്നുള്ളത്. ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ആശയം പറഞ്ഞു, ആവർത്തിക്കുകയാണ്. അതിനുള്ള പാത്രത്വം എനിക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ആശയം നമ്മൾ സദാ ശ്രദ്ധിക്കുക. ജീവിതത്തിൽ ഏതൊരു ലബ്ധിക്കും നമ്മൾ പാത്രത്വം വളർത്തിയെടുക്കുക, അധികാരം വളർത്തിയെടുക്കുക എന്നുള്ളതാണ് മുഖ്യം. അല്ലാത്ത പക്ഷം അയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല, ഇയാൾ എനിക്ക് പറഞ്ഞു തന്നില്ല എന്നൊക്കെ നമ്മൾ പലരെക്കുറിച്ചും ദോഷം ആരോപിച്ചെന്ന് വരെ വരും. അപ്പം അതുകൊണ്ട് സ്വയം പാത്രത്വം വളർത്തിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ജ്ഞാനപ്രാപ്തിക്ക് വിശിഷ്യ ഏകമായ അവലംബം. അത് ഓർമ്മിക്കേണ്ടതാണ്. ഈശ്വരി കാത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീ വണ്ണം
ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ ആദ്യനീശ്വരൻ മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ഈശ്വരിയായ കാർത്യായനി, പാർവതി, ഭഗവതി, ഇത് എഴുത്തച്ഛൻ്റെ ഒരു സവിശേഷതയായിട്ട് അങ്ങോളം നമുക്ക് കാണാം. എവിടെ ദേവതാസ്തുതി വരുന്നുണ്ടോ, എവിടെ മഹാന്മാരുടെ നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ടോ, എവിടെ ദേവതകളെ വർണ്ണിക്കേണ്ടതുണ്ടോ, അവിടെയൊക്കെ ഭക്തി പാരവശ്യം കൊണ്ട് അനേക പദാവലികൾ അങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച നമ്മൾ കാണും. അതൊരു ഭക്തിയാവേശിത ഭാവത്തിൽ സഹജമായി സ്വാഭാവികമായി ഉള്ളിൽ നിന്നിങ്ങനെ ഉദ്ഭവിച്ചൊഴുകുക, അതൊരു മഹാത്ഭുതമാണ്. ഇവിടെ ആ വിശേഷം തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈശ്വരി കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോട് ഈ വണ്ണം ചോദ്യം ചെയ്തതു കേട്ട്, ചോദിച്ചത് കേട്ട് തെളിഞ്ഞു ദേവൻ ജഗദാദ്യൻ, ജഗത്തിന് മുഴുവൻ ആദി കാരണമായ ഭഗവാൻ ഈശ്വരൻ, സാക്ഷാൽ സർവജഗത്തിനെയും ഈശ്വരൻ ചെയ്യുന്നവൻ മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന്, ശ്രീരാമനെക്കുറിച്ച് പറയുകയാണെങ്കിലും ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുകയാണെങ്കിലും മഹാവിഷ്ണുവിനെക്കുറിച്ച് പറയുകയാണെങ്കിലും പരമശിവനെക്കുറിച്ച് പറയുകയാണെങ്കിലും ഒക്കെ ഒരേ പദാവലികൾ തന്നെയാണ് വരുന്നത്. ജഗദാദ്യൻ, ജഗദീശ്വരൻ. താത്പര്യം ശൈവ വൈഷ്ണവാദി ഭേദങ്ങൾ ഒട്ടും ഇല്ലെന്നും, ശൈവന്മാരുടെ ശിവനും വൈഷ്ണവന്മാരുടെ വിഷ്ണുവും ശാക്തേയരുടെ ശക്തിയും ഗാണപത്യരുടെ ഗണപതിയും ശൗര്യരുടെ സൂര്യനും സ്കാന്ദരുടെ സ്കന്ദനും എല്ലാം ഒരേ തത്വമാണെന്നും ഒരേ ഈശ്വരൻ്റെ വ്യത്യസ്ത ആവിഷ്കാരങ്ങളോ ഭാവങ്ങളോ നാമങ്ങളോ ആണ് ഈ വൈവിധ്യങ്ങളൊക്കെ എന്നുള്ളതും വിശേഷമായി സൂചിപ്പിക്കപ്പെടുകയാണ്. രാമനെക്കുറിച്ച് പറയുമ്പോൾ അതേ വർണ്ണനയാണ് പരമേശ്വരനെക്കുറിച്ച് പറയുമ്പോഴും, അതേ വർണ്ണനയാണ് ആദിനാരായണനെക്കുറിച്ച് പറയുമ്പോൾ. ഇത് ഈശ്വരത്വം ഏകമാണ്, അദ്വിതീയമാണെന്നുള്ളതിലേക്ക് വ്യക്തമായി വിരൽ ചൂണ്ടുന്ന വർണ്ണനാവിശേഷങ്ങളാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, തത്വവിജ്ഞാനികളായ മഹാപുരുഷന്മാർക്ക് ശരിയായ ജിജ്ഞാസയോടുകൂടി ഒരാൾ ചോദിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി അവരിൽ നിന്ന് സന്തോഷഭാവം പ്രകടമാകും. മഹാപുരുഷന്മാരെപ്പോഴും സന്തുഷ്ടർ തന്നെയാണെങ്കിലും വ്യാവഹാരിക തലത്തിൽ ശരിയായ ജിജ്ഞാസുക്കൾ ശുദ്ധമായ ജിജ്ഞാസയെ പ്രകടമാക്കിക്കൊണ്ട് തത്വ ഉപദേശത്തിന് അപേക്ഷിക്കുമ്പോൾ അത് ഏറ്റവും സന്തോഷകരമായി പ്രകാശപ്രദമായി അവർക്ക് വരും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് മന്ദഹാസം പൂണ്ട് അരുൾ ചെയ്തു. മന്ദഹാസത്തോടുകൂടി തൻ്റെ സന്തോഷഭാവത്തെ പ്രകടമാക്കിക്കൊണ്ട് പരമശിവൻ പറയുകയാണ്, ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ നിന്നോളമാർക്കുമില്ല ഭഗവത് ഭക്തിനാഥേ. ധന്യേ വല്ലഭേ ഗിരികന്യേ പാർവതി ഭദ്രേ. നോക്കൂ, നേരത്തെ പറഞ്ഞ അതേ വിശേഷമാണ്. എത്ര സംബോധനകളായി ഇങ്ങനെ ഒഴുകി വരുന്നേ. ധന്യയായിട്ടുള്ളവളെ, ഈശ്വരതത്വത്തെ ചോദിച്ചത് കൊണ്ട് തന്നെ നീ ധന്യയാണ്, വല്ലഭശാലിനിയാണ്, ഗിരികന്യയാണ്. ഗിരികന്യ പർവ്വതകന്യ, പാർവതി പർവ്വതപുത്രി, ഭദ്രേ മംഗളസ്വരൂപിണി. ഈ ചോദ്യം നീ ചോദിച്ചതുകൊണ്ട് നീ പരാഭക്തയാണെന്ന് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പ്രശംസിക്കുകയാണ്. നിന്നോളം ആർക്കുമില്ല ഭഗവത് ഭക്തി നാഥേ. ഹേ നാഥേ, നിന്നോളം ആർക്കാണ് ഭഗവത് ഭക്തിയുള്ളത്? ആർക്കുമില്ല. നീ പരമമായ ഭക്തിഭാവത്തോടു കൂടിയവളാണെന്ന് പ്രശംസിക്കുകയാണ്. അങ്ങനെ പ്രശംസിച്ച് സാധകൻ്റെ ശ്രദ്ധയെ ഒന്നുകൂടി ആകർഷിച്ച ശേഷമാണ് തത്വോപദേശം ചെയ്യുന്നത്. ആ ഒരു ശൈലി, സാമ്പ്രദായികമായ ശൈലി ഇവിടെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. അതിനായിക്കൊണ്ട് ഉപദേശാരംഭത്തിൽ ജിജ്ഞാസുവിനെ ഗുരുനാഥൻ പ്രശംസിക്കുന്നു.
എന്നിട്ട് പറയുകയാണ് ശ്രീരാമ തത്വത്തെ. ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം.